സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു ഫേസ്ബുക്കിൽ കണ്ട ഒരു കുറിപ്പാണ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഒരു കൂട്ടായ്മ എന്നൊരു ഇത് കാണാൻ ഇടയായി. പക്ഷെ അതിലൊരുപാട് കമൻറ്റുകൾ, ആ കമൻറ്റ് കാണുമ്പോൾ എന്നെ സങ്കടപ്പെടുത്തി പോയി ചില കമൻറ്റുകൾ കാണുമ്പോൾ. കാരണം അതിലൊരുപാട് ആൾക്കാർ കടം കയറിയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ചില സങ്കടം തോന്നിയ ചില കമൻറ്റുകൾ എന്ന് വെച്ചാൽ, ചില ആളുകൾ വാടക മുറിയിൽ താമസിക്കുന്നവർ, അവർ 4000 റുപ്യ 5000 റുപ്യ വാടക കൊടുക്കാത്ത ഒരുപാട് മാസങ്ങളായി. വീടിൻ്റെ ഓണർ വന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വല്ല സഹായം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചിട്ടെല്ലാം കമൻറ്റുകൾ കാണുമ്പോൾ ഇല്ല സങ്കടം തോന്നിപ്പോയി. എന്നിരുന്നാലും ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയെല്ലാം ആൾക്കാരിങ്ങനെ ഫേസ്ബുക്കിലും മറ്റതിലും ഇട്ടിട്ട് അവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ സഹായിക്കാനുള്ള ഉദ്ദേശമാണോ, അതല്ലെങ്കിൽ ഇവരെ ഇത് റീച്ച് കൂടാനും വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അറിയുന്ന ആൾ പറഞ്ഞു തരണം. ഇതിനു മുമ്പിൽ തന്നെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ നമ്പർ കൊടുത്തിട്ടില്ല, ചതിയിൽപ്പെട്ട ചരിത്രങ്ങൾ നമ്മൾ കേട്ടതാണ്. അങ്ങനെ അതാനും വേണ്ടിയിട്ടാണോ ഒന്നും മനസ്സിലാകുന്നില്ല. ഇതിൽ കമൻറ്റ്, ഈ വാടക കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം വിഷമം കാണുമ്പോൾ ഇല്ലേ, അതിന് താഴെ ഒരു ബാഡ് കമൻറ്റും. ഇപ്പം ഞാനിവിടെ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, ഇങ്ങനത്തെ ഒരു സംഭവം സഹായിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടോ, ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് വല്ലതും അറിയോ? അല്ലെങ്കിൽ ഇവരുടെ ഉദ്ദേശം റീച്ച് കൂടാനും വേണ്ടിയിട്ട്, അവർ രക്ഷപ്പെടാനും വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ട് അതിന് താഴെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് വരില്ല, ആ കമൻറ്റും കൊണ്ടില്ലാന്ന് റീച്ച് ആവുന്ന സംഭവം ഉണ്ടാവാം, അതിനും വേണ്ടിയിട്ടാണോ? അപ്പോൾ ആരെങ്കിലും അറിയുന്ന ആൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ പറയണമല്ലോ. ആരും പെടാൻ പാടില്ല എന്നൊരു അഭിപ്രായത്തിൽ മാത്രമാണ് ഞാനുള്ളത്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.